പുതിയ പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ബിഗ് സിക്സ് എന്ന് പറയുന്ന ടീമുകളിൽ 5 ടീമുകൾ പുതിയ മാനേജർമാരായിട്ട്, അതിൽ മറേസ്ക സിറ്റിയിൽ വരുന്നു, ഇറയോള ലിവർപൂളിൽ വരുന്നു, അലോൺസോ ചെൽസിയിൽ വരുന്നു. ദിലീപിൻ്റെ ഒരു ഫുട്ബോൾ അനാലിസിസിൽ ഇതിൽ ഭയങ്കര ഹയസ്റ്റ് റിസ്ക് ഉള്ള, എന്നാൽ ഭയങ്കരമായിട്ട് റിവാർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ചേഞ്ചസ് ആണ് ഇതൊക്കെ. അത് എങ്ങനെയാണ് ആ ഒരു ചേഞ്ചസ്, അതായത് നമ്മളിപ്പം പറയുന്നുണ്ട് മാനേജർമാരുടെ കളിയാണ് പ്രത്യേകിച്ചും ക്ലബ് ഫുട്ബോൾ അല്ലെങ്കിൽ ഫുട്ബോൾ എന്ന് പറയുന്നത്, അതിനകത്ത് ഈ ചേഞ്ചസ് എങ്ങനെയാണ് ദിലീപ് വിലയിരുത്തുന്നത്? ഇതിലിപ്പോ ഈ സീസൺ പ്രവചിക്കുക എന്ന് പറഞ്ഞാല് ആര് ജയിക്കുമെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ആരുടെ പ്രവചനം നോക്കിയാലും നിങ്ങൾ ആർസണൽ തന്നെയാണ് ചാമ്പ്യൻസ് ആയിട്ട് അവർ തീരുമാനിച്ചത്. അത് എന്റെ മനസ്സിലും അതിലൊരു സംശയമില്ല. ഏറ്റവും സെറ്റിൽഡ് ആയ ടീമാണ്. 5.5 കൊല്ലമായിട്ട് അവിടെ മാനേജറായിട്ടുള്ള ആർട്ടറ്റ ഉണ്ട്. പക്ഷെ ബാക്കി ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിലേക്ക് 5 ഇംഗ്ലീഷ് ടീമുകളാണ് ഇപ്പൊ ക്വാളിഫൈ ചെയ്യുന്നത്. ബാക്കി 4 ടീമുകൾ ആരായിരിക്കുന്ന ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അത്രയും അനിശ്ചിതത്വം ഉള്ളൊരു സമയമാണ്. എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവർക്കും നിങ്ങൾ 3 പേരെ പറഞ്ഞുള്ളൂ. പക്ഷെ മൈക്കിൾ കാരിക്ക് ഇന്ററിം മാനേജർ എന്നുള്ളതിന്ന് ഇപ്പൊ ഫുൾ ടൈം ആണ്. അത് വേറെ തന്നെ. ഇത് ഡേറ്റിങ്ങും കല്യാണവും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഒരാളുടെ കൂടെ ജീവിക്കുന്നതും കാപ്പി കുടിക്കാൻ പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതാണ് കാരിക്കിന്റെ സ്ഥിതി. അതേപോലെ ഡിസർബി കഴിഞ്ഞ സീസൺ ഏറ്റവും അവസാനമാണ് ടോട്ടനം ഹോട്ട്സ്പറിൽ വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫുൾ സീസൺ ആണ് ശരിക്കും. അപ്പൊ 5 ടീമുകളുടെ സ്ഥിതി ഇതാണ്. പിന്നെ കഴിഞ്ഞ 10 കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ ഇതിലാകെ 4 ടീമേ ജയിച്ചിട്ടുള്ളൂ. സിറ്റി 6 തവണ, ലിവർപൂൾ 2 തവണ, ചെൽസിയും ആർസണലും. പക്ഷെ അത് ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഡോമിനന്റ് ടീംസ് എന്ന് പറയുന്നത് സിറ്റിയും ലിവർപൂളും ആയിരുന്നു ആ 10 കൊല്ലത്തില്. ഇതിൽ ഏതെങ്കിലും ഒരു ടീം ഈ ആദ്യത്തെ 4 വരില്ല ഇത്തവണ എന്ന് എനിക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. സിറ്റിയോ ലിവർപൂളോ ഏതെങ്കിലും ഒരു ടീം പുറത്തായിരിക്കും. ഈ മാനേജർമാരെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ചേഞ്ചസ് ഈ പറഞ്ഞ മാനേജർമാരെല്ലാം തന്നെ കൊണ്ടുവരാം. ഇപ്പം സിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ഗാർഡിയോള ഇല്ലാതെ ഏതാണ്ട് ഒരു ദശകം, ഒരു ഡെക്കേഡ് കഴിഞ്ഞിട്ടാണ്. ഏറ്റവും ബുദ്ധിമുട്ടായ ജോലി മെറസ്കൊക്കെ ആയിരിക്കും. എന്താ വെച്ചാൽ ഒരിക്കലും ഒരു ലെജൻഡ് കഴിഞ്ഞ് വരുന്ന ആൾക്ക്, ഇപ്പൊ അലക്സ് ഫെർഗുസൺ കഴിഞ്ഞ് ഡേവിഡ് മോയ്സ് വന്നു, അത് വളരെ വലിയ പരാജയമായിരുന്നു. വളരെ നല്ല മാനേജറായി ഉണായ് എമറി ആർസൻ വെംഗറിന് ശേഷം ആർസണലിൽ എത്തി, അതും ശരിയായില്ല. മിക്കവാറും അത് ശരിയാവാത്തൊരു ഇതാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്രഷറാണ് കാണികളുടെ ഭാഗത്തുനിന്ന്. അവരുടെ എക്സ്പെക്ടേഷൻസ് പറഞ്ഞാൽ ഇവിടെയാണ് ഗാർഡിയോളയുടെ കാലം കഴിഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇവിടെയാണ് വേണ്ടത്. എന്നുവെച്ചാൽ ഗാർഡിയോള മാത്രല്ല പോയിട്ടില്ല, റോഡ്രി പോയി, ബെർണാർഡോ സിൽവ പോയി, ഇന്നിപ്പോ സവിനിയോ സ്ക്വാഡ് പ്ലെയർ ആണെന്ന് പോട്ടെ. പക്ഷെ അത്രയും ബെർണാർഡോ സിൽവയുടെ പേര് ഞാൻ പറഞ്ഞു, ഒമാർ മാമൂഷ്, ഇവരെയൊക്കെ വിൽക്കാൻ നോക്കുകയാണ് ഇപ്പൊ. അപ്പൊ ആകെപ്പാട് ഒരു മാറ്റം വരാൻ പോകും മിഡ്ഫീൽഡിൽ പ്രത്യേകിച്ചും. അവിടെയാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. സിറ്റിയുടെ സീസൺ എങ്ങനെയായിരിക്കും? ആ കമ്മ്യൂണിറ്റി ഷീൽഡിലത്തെ വളരെ ദയനീയമായിട്ടുള്ള ഒരു പരാജയം തന്നെയായിരുന്നു അത്. ഈ അലോൺസോയുടെ ചെൽസിയോ അങ്ങനെ ഉണ്ടാവും. ഏറ്റവും ശക്തമായ ഒരു പൊസിഷനിൽ തുടങ്ങുന്ന ആള് അലോൺസോ ആണ്. എന്ന് വെച്ചാൽ ബാക്കി പലർക്കും ഇല്ലാത്ത കൺട്രോൾ അലോൺസോനുണ്ട്. എന്ന് വെച്ചാൽ ചെൽസിയുടെ കഴിഞ്ഞ 2-3 സീസൺ അത്രയും മോശമായത് കാരണം അലോൺസോന് തൻ്റെ വഴിക്കുള്ള ഒരു പാത സൃഷ്ടിക്കാൻ പറ്റി. മാനേജ്മെന്റിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വഴിക്ക് ചെയ്താലേ ഞാൻ വരുള്ളൂ എന്ന്. മിക്ക മാനേജേഴ്സിനും ആ ലെവൽ ഓഫ് കൺട്രോൾ ഇപ്പോഴത്തെ മോഡേൺ ഫുട്ബോളിൽ ഇല്ല. അപ്പൊ അത് കാരണം തന്നെ അവർ വളരെ നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇപ്പം മോർഗൻ റോജേഴ്സ് ആയാലും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട പലസ്ട്ര എന്ന് പറഞ്ഞ റൈറ്റ് ബാക്ക് കഴിഞ്ഞ സീസൺ കാലിയറിയിൽ കളിച്ചിട്ട് അറ്റ്ലാന്റയുടെ കളിക്കാരനായിരുന്നു. പക്ഷെ ലോണ് പോയി കളിച്ച് ഇറ്റലിയിലത്തെ സെരിയ ഡിഫൻഡർ ഓഫ് ദി ഇയർ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ മാക്സൻസ് ലെക്വ ക്രിസ്റ്റൽ പാലസ് വന്നിട്ടുണ്ട് ഡിഫൻഡർ. അപ്പൊ ഇനിയും വരാനുണ്ട് കളിക്കാർ. എന്തായാലും അവർ 1-2 കളിക്കാരെയും കൂടി വാങ്ങും. അപ്പൊ അവര് നല്ല രീതിയിൽ സ്ക്വാഡ് ശക്തമാക്കിയിട്ടുണ്ട്. ഇറയോളയുടെ കീഴിൽ ലിവർപൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വളരെ നിരാശപ്പെടുത്തിയ ഒരു ടീമാണ്. അപ്പോൾ ലിവർപൂളിന്റെ ഒരു ഭാവി ഇതിൽ എന്താ വെച്ചാൽ കപ്പ് നേടുമോ ഇല്ലയോ എന്നുള്ളതല്ല, എങ്ങനെയായിരിക്കും ലിവർപൂളിന് ഈ മാനേജർ ഉണ്ടാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ എന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പരിഷ്കാരങ്ങൾ കുറെ ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പ്രീ സീസണിൽ ഇതിപ്പോ തിരിച്ച് ക്ലോപ്പിന്റെ ശൈലിയിലേക്ക് പോണ പോലെയാണ്. അതേ ഐഡന്റിക്കൽ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ വളരെ വലിയ വ്യത്യാസമുണ്ട്. സ്ലോട്ട് കളിച്ചിരുന്ന ഫുട്ബോളും
ഇരയോളുടെ ഫുട്ബോളും തമ്മിൽ. അപ്പൊ അത് പക്ഷെ കളിക്കാർക്ക് അതുമായിട്ട് ഒത്തുവരാൻ സമയമെടുക്കും. പിന്നെ ഇരയോളയ്ക്ക് കിട്ടാൻ പോണൊരു ഭാഗ്യം എന്താന്ന് പറഞ്ഞാൽ ബാക്കി പലർക്കും കിട്ടാത്ത സമയം അവർ കൊടുക്കും. ഇപ്പൊ 2-3 മോശം മാസം കഴിഞ്ഞാൽ ഒഴിവാക്കാൻ അങ്ങനത്തെ ഒരു ക്ലബ്ബല്ല. അവർക്ക് അറിയുകയും ചെയ്യാം ഒരു പുതിയൊരു മാനേജർ വരുമ്പോൾ ആ സമയം എടുക്കും. പല പൊസിഷനിലും ലിവർപൂൾ വീക്കാണ് ഇപ്പൊ ഒരു ബാർക്കോളെ വാങ്ങിയാൽ പോലും പല പൊസിഷൻസിലും ഗ്യാപ്പ് ഉണ്ട്, സ്ക്വാഡ് ഡെപ്ത് ഇല്ല. ഇപ്പൊ 11 കളിക്കാരെ വെച്ചുള്ള കളി മാത്രമാണെങ്കിൽ മിക്ക ടീംസുമായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ ബെഞ്ചിൽ നിന്ന് കളിക്കാരില്ല. അപ്പൊ അതൊക്കെ ബോർഡിനും ഈ ചീഫ് എക്സിക്യൂട്ടീവിനൊക്കെ അറിയാം. അപ്പൊ ആ ഒരു സമയം കൊടുക്കും. ഈ സീസൺ പ്രതീക്ഷ എങ്ങനെയെങ്കിലും ആദ്യത്തെ 4-5 പൊസിഷനിൽ എത്തണം എന്നുള്ളതാണ്. ഈ മൈക്കൽ കാരിക്കിന്റെ കീഴിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു പുതിയ മാനേജർ എന്നുള്ള രീതിയിൽ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം പിന്നിൽ നിന്ന് വന്ന് ഏതാണ്ട് മൂന്നാം സ്ഥാനത്ത് ആണ് അവർ ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ഇപ്രാവശ്യം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു തുടക്കം തന്നെ ഗംഭീരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തുടക്കം ഗംഭീരമായിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ പ്രഷർ തുടങ്ങും. അതാ പ്രശ്നം. കഴിഞ്ഞ തവണത്തെ ഈ 3-ാം സ്ഥാനം കിട്ടേണ്ടത് എങ്ങനെ, എല്ലാ കപ്പ് കോമ്പറ്റീഷനും നേരത്തെ പുറത്തായി, യൂറോപ്യൻ ഫുട്ബോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓരോ ആഴ്ചയും 3 കളി കളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതെപ്പോഴും ആ ഒരു അഡ്വാൻറ്റേജ് ഈ സീസൺ ചെൽസിക്ക് ഉണ്ട്, യൂറോപ്യൻ ഫുട്ബോൾ ഇല്ലാത്തത് കാരണം. പക്ഷെ ഇത് യൂറോപ്പും ഇതും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങളുടെ സ്ക്വാഡ് ഡെപ്തും ക്വാളിറ്റിയും ടെസ്റ്റ് ചെയ്യണ ഒരു ഇതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെമ്പററി മാനേജറും ഒരു ഫുൾ ടൈം മാനേജറും തമ്മിലുള്ള പ്രഷർ വലിയ വ്യത്യാസമുണ്ട്. പലരും ഈ സ്റ്റോപ്പ് ഗ്യാപ്പ് റോളിൽ നന്നായി ചെയ്ത് അവർക്ക് ഫുൾ ടൈം ഇതാവുമ്പോൾ പറ്റില്ല. അപ്പൊ കാരിക്കാണെങ്കിൽ ഈ ടോപ്പ് ലെവലിൽ ഒന്നും പ്രൂവ് ചെയ്തിട്ടുമില്ല. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും 1-2 മോശം കളികൾ വന്നു കഴിഞ്ഞാൽ ആദ്യ ചോദ്യങ്ങൾ. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബാണ്. അപ്പൊ എല്ലാ റിസൾട്ടും അങ്ങനെ നിരീക്ഷിക്കും. വില്യം സാലിബയുടെ ഒരു ആബ്സെൻസ്, അതായത് വേൾഡ് കപ്പിലെ പരിക്ക് കാരണം, അത് ശരിക്കും അതായത് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണല്ലോ, അത് ആർസണലിന്റെ ഒരു തുടക്കത്തിനെ ബാധിക്കും. അത് കമ്മ്യൂണിറ്റി ഷീൽഡിൽ അത് തീർച്ചയായിട്ടും ബാധിച്ചിട്ടില്ല. എന്താ വെച്ചാൽ അവർക്ക് അത്രയും നല്ല കവർ ഉണ്ട്. ഇപ്പൊ ഹിൻകാപ്പിയെ ലോണിൽ കളിക്കാരനായിരുന്നു കഴിഞ്ഞ സീസൺ. പക്ഷെ അതിപ്പോ 34 മില്യൺ പൗണ്ട് കൊടുത്ത് അവര് പെർമനന്റ് ട്രാൻസ്ഫർ ആക്കി. മൊസ്കേറ ഉണ്ട് സെന്റർ ബാക്ക് കവറായിട്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ എസ്രി കോൺസെ സൈൻ ചെയ്തു ഒരു ആസ്റ്റൺ വില്ലിയെന്ന്. അപ്പൊ ഇഷ്ടം പോലെ ഡെപ്ത് ഉള്ള ഒരു ഡിഫൻസ് ആണ്. അപ്പൊ ഒരു സലീബോ അല്ലെങ്കിൽ കുറച്ച് കളിക്ക് ഗാബ്രിയൽ ഇല്ലെങ്കിലും അവർക്ക് അതിനുള്ള കളിക്കാരുണ്ട് പിടിച്ചു നിൽക്കാൻ. പിന്നെ ഡിഫൻസിന് മുന്നിലുള്ളത് ഇപ്പോൾ ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ ഈ സമ്മറിൽ ഏറ്റവും നല്ല സൈനിങ് ബ്രൂണോ ഗിമറഷ് ആണ്. ബ്രൂണോ ഗിമറഷ് അവർക്ക് ഇല്ലാത്തൊരു എല്ലാം എന്താ പറയുക, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ വളരെ പ്രോഗ്രസീവായിട്ട് പാസ് ചെയ്യണം, ബോൾ വെച്ച് ഓടാൻ പറ്റണ, ഗോൾ അടിക്കാൻ പറ്റണ അങ്ങനത്തെ ഒരു കളിക്കാരനും കൂടി. അപ്പൊ ഡെക്ലൻ റൈസിന് കുറേ കൂടി ഫ്രീഡം കിട്ടും ബ്രൂണോ ഉള്ളപ്പോൾ. അപ്പൊ എങ്ങനെ നോക്കിയാലും അവർ കുറച്ചും കൂടി ശക്തമായിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ റെക്കോർഡ് പ്രൈസിനാണ് ഇപ്രാവശ്യത്തെ ചില ട്രാൻസ്ഫറുകൾ നടന്നത്. അതായത് ബ്രിട്ടീഷ് റെക്കോർഡാണ് ചെൽസിയുടെ റോജേഴ്സിനെ വാങ്ങുന്നത്. അതുപോലെ തന്നെ വേറെ ടോട്ടനമിൻ്റെ ഒരു വലിയ പൗണ്ടിൽ ഉള്ള ഒരു ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വലിയ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ കളിയിൽ? ഈ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും മാധ്യമങ്ങൾക്ക് ഭയങ്കര ഒരു ഒബ്സഷൻ. എന്താ വെച്ചാൽ നമ്മുടെ നാഷണൽ സ്പോർട്സ് രണ്ടും, ഒന്ന് അറേഞ്ച് മാരേജും ഒന്ന് ഗോസിപ്പുമാണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്യണ ഒരു ഇതാണ് ഈ ട്രാൻസ്ഫർ വിൻഡോ. ഇത് ഈ പലപ്പോഴും നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ബാലി പോയി കല്യാണം കഴിക്കുക, മാൾഡീവ്സ് പോവുക, സ്വിറ്റ്സർലൻഡ് പോവുക. ഇതൊക്കെ കഴിഞ്ഞ് 10 ഫംഗ്ഷനും 1000 ഫോട്ടോ ഇതൊക്കെ കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് ആവുകയും ചെയ്യും. അത് ജസ്റ്റ് കുറെ ഇൻസ്റ്റഗ്രാം റീലിനും ഫോട്ടോനും വേണ്ടി. അതുപോലെയാണ് പല ട്രാൻസ്ഫേഴ്സും. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ശരിക്കും നിങ്ങളുടെ ക്ലബിന് അത് ആവശ്യമുണ്ടോ ഇതൊന്നും ആലോചിക്കാതെയാണ് പലപ്പോഴും പോയി കളിക്കാരെ വാങ്ങുന്നത്. ഇപ്പൊ കഴിഞ്ഞ സീസൺ ലിവർപൂൾ എക്വിറ്റിക്ക് ഇസാക്ക്, വിയർട്സ് 3 അറ്റാക്കിംഗ് കളിക്കാരെ പോയി വാങ്ങി. ശരിക്കും സ്ട്രെങ്തൻ ചെയ്യേണ്ട ഏരിയ ഡിഫൻസ് ആയിരുന്നു. ഇത് ഇവരാരും മോശം കളിക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു, ഉഗ്രം കളിക്കാരാ. പക്ഷെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നോ 3 പേരെ?
അതാണ് പലപ്പോഴും ഒരു ഷോന് വേണ്ടി പലതും ചെയ്യും. ഇപ്പൊ ചെൽസിയുടെ കാര്യത്തിൽ എനിക്കുള്ള സംശയം അതാണ്, അവർക്ക് ശരിക്കും കവർ ആവശ്യമുള്ള കളിക്കാരാണോ വാങ്ങിയിട്ടുള്ളത്, അതോ കുറച്ച് ചില കേസിൽ ഇപ്പൊ ഒരു കോൾ പാമറും മോർഗൻ റോജേഴ്സും ഒരേ പൊസിഷനിൽ കളിക്കുന്ന കളിക്കാരാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും നിങ്ങൾ എങ്ങനെ ടീം കയറ്റും? അത് ഫോർമേഷനൊക്കെ മാറ്റാം, ശരിയാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ഈ കളിക്കാരൻ മാർക്കറ്റിലുണ്ട് വാങ്ങാം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയാണ് പോണത്. അല്ല, ഇതിലിപ്പം പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ചെൽസിയുടെയും ടോട്ടനമിന്റെയും ഈ ടോട്ടനം ഉഗ്രനായി വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ മത്തായസ് ഫെർണാണ്ടസ് CPL ഏറ്റവും മികച്ച ചെറുപ്പക്കാരനായ മിഡ്ഫീൽഡറാണ്. അത് ഞാൻ മാത്രമല്ല, ഞാൻ പലപ്പോഴും കളി കഴിഞ്ഞിട്ട് റോയ് കീൻ്റെ, എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച 3 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് EPL കളിച്ചിട്ടുള്ള ഒരാൾ റോയ് കീനാണ്. കീൻ എപ്പോഴും പറയായിരുന്നു യുണൈറ്റഡ് ആദ്യം വാങ്ങേണ്ട കളിക്കാരൻ ഈ ഫെർണാണ്ടസ് ആണ്. അവർ വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു, പക്ഷെ ടോട്ടനം അധികം പൈസ കൊടുത്തു. അതേപോലെ ടൊനാലി എന്തുകൊണ്ട് വേറെ ക്ലബുകൾ പോയില്ല എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ആകെ കാണാൻ പറ്റുന്ന ഒരു കാരണം, ഈ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഒരു ബെറ്റിംഗ് ബാനും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഇനി ക്ലബുകൾക്ക് പേടിയുണ്ടോ, ആദ്യ വഴിക്കായിട്ട് പോവോന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. ക്വാളിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ EPL ഏറ്റവും നല്ല സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ് ടൊനാലി. പക്ഷെ ശരിക്കും വാങ്ങാൻ ശ്രമിച്ചത് ടോട്ടനം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഒരു ലിവർപൂളോ സിറ്റിയോ കുറേ കൂടി ശ്രമിച്ചില്ല എന്ന് എനിക്കറിയില്ല. അതുപോലെ പ്രൊമോട്ടഡ് ആയിട്ടുള്ള 3 ടീമുകൾ, കമന്ററി ഉൾപ്പെടെ 3 ടീമുകളുണ്ട്. ആ ടീമുകളെ കുറിച്ച് എങ്ങനെയാ ദിലീപ് വിലയിരുത്തുന്നത്? കമന്ററി നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കളി നല്ല രസമായിരിക്കും കാണുന്നത്. എന്ന് വെച്ചാൽ ആ കാലത്ത് സ്ഥിരമായിട്ട് ആർസണലിനെ തോൽപ്പിച്ച ഒരു ചെൽസി ടീമിന്റെ ഒരു സ്റ്റാർ ആയിരുന്നു ഫ്രാങ്ക് ലാംപാർഡ്, ഇപ്പോഴത്തെ കോവൻട്രി കോച്ച്. അപ്പൊ അതൊരു നല്ല കളിയായിരിക്കും. പിന്നെ അവര് കഴിഞ്ഞ സീസൺ നല്ല രീതിയിലാണ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചത്. പക്ഷെ ഏത് 3 ടീം ഇങ്ങോട്ട് വന്നാലും ഭയങ്കര ഒരു ഗ്യാപ്പാണ് ആ ചാമ്പ്യൻഷിപ്പിന്റെ സ്റ്റാൻഡേർഡും EPLന്റെ സ്റ്റാൻഡേർഡും. അപ്പൊ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ സീസൺ ഇപ്പൊ ലീഡ്സും സൺഡർലൻഡും പിടിച്ചു നിന്നു. പക്ഷെ മിക്ക സീസണിലും ഈ പ്രൊമോട്ട് ചെയ്ത് വരുന്ന ടീംസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ ഒരു അപ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റിയ, അതായത് നമ്മളിപ്പോഴും ഈ ബിഗ് 6നെ പറ്റിയാണല്ലോ പറയുന്നത്, 6 ടീമുകൾ ആണ് എന്തായാലും ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഏറ്റവും ശരിക്കും ഇപ്പൊ കുറച്ചു കാലമായിട്ട് ടോട്ടനം അതിലില്ല. ഒരു 17th ആസ്റ്റൺ വില്ലയാണ് ശരിക്കും ഈ അടുത്ത കാലത്ത് ഒരു ബിഗ് 6 ടീം. അവർ യൂറോപ്യൻ ട്രോഫി നേടിയ ടീമാണ്. പക്ഷെ അവിടെയും പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ സ്ക്വാഡ് കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞൊരു റൂളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വരുമാനത്തിന്റെ 70% കളിക്കാരുടെ ശമ്പളത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം അവർക്ക് പല കളിക്കാരെയും വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ എമി മാർട്ടിനസ് മിക്കവാറും വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പോവും, അർജന്റീന ഗോൾ കീപ്പർ. എന്നാൽ സയൺ സുസൂക്കി വന്നിട്ടുണ്ട്, റോജേഴ്സ് പോയി കഴിഞ്ഞു, യൂറി ടീലമെൻസ് യുണൈറ്റഡിലേക്ക് പോയി, കോൺസെപ്പ് ആർസണലിലേക്ക് പോയി. അപ്പൊ അവരുടെ കുറെ നല്ല കളിക്കാർ പോയി കഴിഞ്ഞു. വാങ്ങിയിട്ടുണ്ട്, മൻസാംബി ഫ്രൈബർഗ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഈ പല ക്ലബുകൾക്കും ആ ഒരു പ്രശ്നം, ഈ നമ്പേഴ്സ് ബാലൻസ് ചെയ്യാൻ അക്കൗണ്ടിങ്ങിന്റെയും കൂടി ഒരു കളിയാണ്. ഏർലി സീസൺ ഖയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവെ പറയുമല്ലോ നമ്മള്, കാരണം ചില ആദ്യം തന്നെ കളിയെ മാറ്റിമറിക്കുന്ന സമ്പ്രദായം. പക്ഷെ അതിൽ വലിയൊരു അർത്ഥമില്ല. ഇപ്പൊ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ 5 ആഴ്ച കഴിഞ്ഞപ്പോ 5 പോയിന്റ് ലീഡായിരുന്നു ലിവർപൂളിന്. ആദ്യത്തെ 5 കളിയും ജയിച്ചിട്ട് പിന്നെ നേരെ താഴോട്ടായിരുന്നു. ആ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിയണ വരെയുള്ള കളികൾ നമ്മള് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പക്ഷെ അവർ പലപ്പോഴും പുതിയ കളിക്കാർക്കൊന്ന് സെറ്റിൽ ചെയ്ത് വരാൻ ഒരു സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ഒക്കെ ആവും. അപ്പോഴേ ശരിക്കും നമ്മൾ ഓരോ ടീമിന്റെ തനിനിറം കാണുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഏറ്റവും നിർണായകമായ ഒരു പീരീഡ് ഡിസംബർ ജാനുവരി, ആ ക്രിസ്മസ് ആ ടൈമിൽ കുറെ കളി ഒരുമിച്ച് വരുമ്പോൾ അപ്പോഴാണ് ശരിക്കും സ്ക്വാഡ് ഡെപ്ത് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ആദ്യം പലപ്പോഴും നമ്മൾ പല പ്രൊമോട്ടഡ് ടീംസ് അടക്കം പലരും ടേബിളിന്റെ ടോപ്പിൽ അടുത്തൊക്കെ ആയിരിക്കും, പിന്നീട് അവർ താഴോട്ട് പോകും. ടോപ്പ് 4 ടീം ദിലീപിന്റെ മനസ്സിലുണ്ടാവുമല്ലോ, കാരണം എന്തായാലും നമ്മളിപ്പം പുറത്ത് അങ്ങനെ ഇപ്പം പറയാറായിട്ടില്ല, എന്നാൽ പോലും അതിനകത്തേക്ക് ഒരു ഗേറ്റ് ക്രാഷിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ട് വരാൻ സാധ്യതയുള്ള ടീം ഏതാണ്? ആ ടോപ്പ് 4 ടീം ഏതാണ്? കഴിഞ്ഞ സീസണിൽ ഫിനിഷ് ചെയ്തത് ഞാൻ അവര് ടോപ്പ് ടീംസ് ആയിട്ടാണ്. അതിന്റെ പുറത്ത് ഫിനിഷ് ചെയ്തവരെ വെച്ച് നോക്കുമ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒലിവർ ഗ്ലാസ്നറെ ഹയർ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൽ പാലസിന് കൊണ്ട് യൂറോപ്യൻ ട്രോഫി ഒക്കെ നേടി, FA കപ്പ് നേടി. എനിക്ക് വളരെ നല്ല അഭിപ്രായമുള്ളൊരു കോച്ചാണ്. അവർക്ക് നല്ല കളിക്കാരും ഉണ്ട്.
നന്നായി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരെ പറ്റി പിന്നെ ഒരു ചരിത്രപരമായിട്ടൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ലബ്ബാണ് ബ്രയൻ ക്ലഫിന്റെ ടീമായിരുന്നു. അപ്പൊ അവരെ പറ്റി എനിക്ക് ഈ സീസണിൽ ഒരു പ്രതീക്ഷയുണ്ട്. പ്രവചനത്തിനൊന്നും ഒരു സാധ്യത ഇപ്പൊ ഇല്ല. എന്നാൽ പോലും ദിലീപ് ആഗ്രഹിക്കുന്നത് ഏത് ടീം ജയിക്കണം എന്നാ? ആഗ്രഹിക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം. പക്ഷെ നടക്കാൻ പോകുന്ന ആസ്റ്റിന് ജയിക്കുന്നതായിരുന്നു. അതിന്റെ പിന്നിൽ ആര് വരുന്നുള്ളത് പ്രവചിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ മനസ്സിലിപ്പോ ചെൽസി ഉണ്ടാവും ആദ്യത്തെ 5 എന്താ വെച്ചാൽ അവർക്ക് യൂറോപ്യൻ ഫുട്ബോൾ ഇല്ല. അപ്പൊ അലോൺസോന് ശരിക്കും ട്രെയിനിങ് ഗ്രൗണ്ടിൽ ആ കളിക്കാരെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. യുണൈറ്റഡ് ഉണ്ടാവും. യുണൈറ്റഡ് നന്നായി വാങ്ങിയിട്ടുണ്ട്. ടീലിമെൻസും മറ്റേ ആൻഡ്രെ സാന്റോസും മിക്കവാറും ബലേബയും വരും ബ്രൈറ്റൺ. അപ്പൊ നല്ലൊരു മിഡ്ഫീൽഡാണ്. ഈ 2 ടീംസും ഏകദേശം ഉറപ്പാണ് ആർസണലിന്റെ പിന്നാലെ. പിന്നെ സ്പേഴ്സ്, ടോട്ടനം ഹോട്ട്സ്പർ നന്നായി വാങ്ങിയിട്ടുണ്ട്. ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, ആസ്റ്റൺ വില്ല. ഈ 4 ടീമില് 2 പേര് ചാമ്പ്യൻസ് ലീഗ് കയറും, 2 പേര് പുറത്താവും. എൻ്റെ മനസ്സിൽ സിറ്റിയോ ലിവർപൂളോ ഏതെങ്കിലും ഒരു ടീം പുറത്താവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെ തുടങ്ങുന്ന അനുസരിച്ചിരിക്കും. ഒരു മോശം ലിവർപൂളിന്റെ ഫിക്സ്ചേഴ്സ് കുറച്ചും കൂടി എളുപ്പമാണ്. സിറ്റി ഇപ്പോൾ കമ്മ്യൂണിറ്റി ഷീൽഡ് തോറ്റു, അത് അവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നില്ല. പക്ഷെ സീസൺ മോശമായി തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പ്രഷർ തോന്നും. പിന്നെ റോഡ്രി ഇല്ല, ബെർണാർഡോ സിൽവ ഇല്ല, ആ ലീഡർഷിപ്പ് മുഴുവൻ പോയ പോലത്തെ ഒരു സ്ഥിതിയാണ്. ഹാലൻഡിന്റെ മുകളിൽ ഒരുപാട് പ്രഷർ ഉണ്ടാവില്ലേ? മാത്രമല്ല നന്നായിട്ട് വേൾഡ് കപ്പിലും നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ടല്ലോ. അത് അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി ഷീൽഡ് ഞാൻ കാണുമ്പോൾ ഹാലൻഡിനെ പോലത്തെ ഒരു കളിക്കാരൻ ശരിക്കും തിളങ്ങണമെങ്കിൽ ആ ഫാസ്റ്റ് ബോൾ കൊടുക്കണം. മരസ്കയുടെ ശൈലി എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഒരു സ്ലോ പേഷ്യന്റ് ബിൽഡപ്പാണ്. അത് ഹാലൻഡിനെ പോലത്തെ കളിക്കാരെ സൂട്ട് ചെയ്യാൻ ഒരു സ്റ്റൈലല്ല. പലപ്പോഴും ഈ മരസ്കയുടെ കോച്ചിങ് കരിയർ അധിക കളികളൊന്നും കോച്ച് ചെയ്തിട്ടില്ല. ചെൽസിയുടെ കൂടെ 92 കളി, അതിനു മുമ്പ് ലെസ്റ്ററിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പിലാണ് കോച്ച് ചെയ്തത്, അല്ലാതെ EPL അല്ല. ഈ 2 ജോലിയും വിടുമ്പോൾ കാണികളുടെ ഭാഗത്തുനിന്ന് വലിയ സങ്കടം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ മനസ്സിൽ ഒരു ബോറ് ശൈലിയായിരുന്നു. ഇംഗ്ലീഷ് ഫുട്ബോളിന് വേണ്ടത് ശരിക്കും ഞാൻ പറയാം ഹാർട്ട് അറ്റാക്ക് ഫുട്ബോളാണ്. അവർക്ക് അതാണ് കാണേണ്ടത്. 90 മിനിറ്റും ആ ഒരു എക്സൈറ്റ്മെന്റ് വേണം. അങ്ങനത്തെ ഒരു ശൈലിയല്ല. മെറസ്ക കൺട്രോൾ എന്ന് പറഞ്ഞ് കളിക്കണ. അപ്പൊ ചെൽസി വിട്ടപ്പോഴും കുറെ ഫാൻസ് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാനേജർ വരും. ലെസ്റ്റർ ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ടാണ് വിടേണ്ടത്. എന്നിട്ടും വലിയ കണ്ണീരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്കാർക്ക് ആ ശൈലി ഇഷ്ടമായിരുന്നില്ല. ആ എന്താ പറയാ, ഹാംബർഗർ ഫുട്ബോൾ വേണം ഇംഗ്ലണ്ടിൽ, അല്ലാതെ ഫൈൻ ഡൈനിങ് അല്ല ആൾക്കാർക്ക് വേണ്ടത്. നമ്മൾ ഈ സീസണിൽ മിസ് ചെയ്യുന്ന കോച്ച് എന്ന് പറയുന്നത് പെപ് ഗാർഡിയോളയാണ്. എന്തായാലും ഇത്രയും സീസണിൽ പെപ് ഗാർഡിയോളയുടെ കളി മാനേജ്മെന്റ് കണ്ടിട്ടുള്ള ഒരവസ്ഥയിൽ ആ ഒരു മിസ്സിങ് ദിലീപിന് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും. പക്ഷെ നമ്മളത് പതുക്കെ അത് യൂസ്ഡ് ആവും. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് ഏകദേശം 40 വയസ്സാവണ വരെ അലക്സ് ഫെർഗുസൺ അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നു. എത്രയോ കാലം 22 കൊല്ലം ആർസൻ വെങ്കർ ആർസണലില്, ഏകദേശം 9 കൊല്ലം ക്ലോപ്പ് ലിവർപൂൾ, ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞ് ഗാർഡിയോള പോയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ പതുക്കെ അത് പെട്ടെന്ന് വേറൊരു മുഖം ആ സൈഡ് ലൈനിൽ കാണുമ്പോൾ ശരിക്കും ഒരു ഈ കമ്മ്യൂണിറ്റി ഷീൽഡിൽ എനിക്ക് ശരിക്കും തോന്നിയത്, പെട്ടെന്ന് നമ്മൾ ഒരു മൂവ് കഴിഞ്ഞാൽ ക്യാമറ മരസ്കയുടെ മുഖത്ത് പോകുമ്പോ നമ്മൾ ഇയാൾ ആരാന്ന് പെട്ടെന്നൊന്ന് തോന്നിപ്പോവും. അപ്പൊ അതിപ്പോ ഇറിയോള ആയാലും, പ്രത്യേകിച്ച് ഞാൻ ലിവർപൂൾ കളി കാണുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ക്ലോപ്പ്, കെന്നി ഡാഗ്ലിഷ് അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും അതെ, ഫാൻസിനായാലും സ്വന്തം കളിക്കാർക്കായാലും അതൊരു പ്രശ്നം തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് വരാൻ പെട്ടെന്ന് ഒരു സിറ്റി കളിക്കാരൻ ഞാൻ ഇനി അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊരാളാണ് അവിടെ നിൽക്കേണ്ടത്.